വാർത്തകൾ വിശദമായി. ശബരിമല വിഷയത്തിൽ ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കട്ടെ എന്ന SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ശബരിമല വിഷയത്തിൽ ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്ന് പറയുന്നത് വെറും രാഷ്ട്രീയം മാത്രമാണെന്നും വെള്ളാപ്പള്ളി നടേശൻ കടിച്ചുടങ്ങലിൽ പറഞ്ഞു. സ്വർണ്ണ കട്ടവൻ ആനാണ്, ഉപ്പ് തിന്നാൽ വെള്ളം കുടിക്കട്ടെ, ഇപ്പോൾ ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ അവനെ പിടിക്കട്ടെ. നമ്മുടെ ഇപ്പോഴത്തെ സംവിധാനമേ മൊത്തം ഇപ്പോൾ ഇരിക്കുന്നത് ഇപ്പോഴുള്ള സകലനെ പിരിച്ചു വിട്ടിട്ട് പുതിയൊരു സംവിധാനം ഇവിടെ ഉണ്ടാക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ ദേവസ്വം ബോർഡില്ല, സകല ദേവസ്വം ബോർഡും ഈ ഞാൻ പറഞ്ഞ ഹിന്ദുവിൻ്റെതായ ഇവിടെ ദേവസ്വം ബോർഡ് പലതുമുണ്ട് കേരളത്തിൽ. ഈ ദേവസ്വം ബോർഡിലെല്ലാം തന്നെ അഴിമതി ഇല്ല എന്ന് ആർക്കും പറയാൻ സാധിക്കില്ല. എല്ലായിടത്തും അവരവർക്കൊക്കെ അതിൻ്റെ അപ്പുറത്തും അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. സ്വർണത്തിൻ്റെ കണക്ക് ആർക്കെങ്കിലും ഉണ്ടോ? എവിടെയുണ്ട്? നെഞ്ചത്ത് കൈവച്ചിട്ടുണ്ട്. ഗുരുവായൂരപ്പൻ്റെ അവിടെ തൊട്ട് സ്വർണ്ണമുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇവർക്ക് പറയാനൊക്കുമോ? അത് കാട്ടിൽ തേടി തേവരുടെ ആന ഇങ്ങനെ ഭരണം പോകുന്നു. പിന്നെ രാഷ്ട്രീയത്തിന് അഭയം കൊടുക്കാൻ സാധിക്കാത്തവർക്ക് ഈ അഭയാർത്ഥികളൊക്കെ കയറി ഭരിക്കാനൊരു അഭയകേന്ദ്രമായി ഈ ക്ഷേത്രത്തെ കമ്മിറ്റികൾ മാറിയിട്ടുണ്ട്. ഇത് പാടില്ല എന്നാണ് ഞാൻ പറയണത്. ഇവിടെ ഒരു IAS വയ്ക്കണം, സെക്രട്ടറി ആയിട്ട് കമ്മിറ്റിക്കാരനെ വയ്ക്കണം. അത് പൊളിറ്റീഷ്യൻസ് ഇരിക്കട്ടെ, അവർ ചെയർമാനും കമ്മിറ്റിക്കാരുമായിട്ട് പൊളിറ്റീഷ്യൻ രാജ്യത്ത് അവരവർ ഒഴിവാക്കാനൊക്കെ ഒന്നും ഘടകമല്ല. വെച്ചിട്ട് IAS അതിൻ്റെ മുകളിലും IAS വെച്ച് അധ്യക്ഷൻ മുകളിൽ തൊട്ട് താഴെ വെച്ചിട്ട് ഈ ഫയലെല്ലാം നോക്കി അവസാനം ഇതിൻ്റെ കൺട്രോൾ കൺസേൺഡ് മിനിസ്റ്റർക്ക് ചെല്ലണം. മിനിസ്റ്ററുടെ ഒപ്പിടണം. അങ്ങനെ ഒപ്പിടുന്നൊരു സംവിധാനം വരികയാണെങ്കിൽ ഇത്ര അഴിമതി. ശബരിമല സ്വർണ്ണപ്പാളി വിഷയത്തിൽ ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കുമെന്ന വെള്ളാപ്പള്ളി നടേശൻ. ഈ വിഷയത്തിൽ ദേവസ്വം മന്ത്രി രാജിവെച്ചിട്ട് എന്ത് കാര്യം? രാജി ആവശ്യം രാഷ്ട്രീയം മാത്രമാണ്. സകല ദേവസ്വം ബോർഡുകളും പിരിച്ചുവിടണം. ശബരിമല വിഷയം സർക്കാരിനെതിരെ തിരിച്ചുവിടുന്നത് എന്തിനാണ്? പുതിയ സംവിധാനമാക്കണം. IAS ഉദ്യോഗസ്ഥനെ സെക്രട്ടറിയായി നിയമിക്കണം. ഹൈക്കോടതിയും സർക്കാരും ശക്തമായ നടപടികൾ എടുക്കുന്നു. പിന്നെ എന്തിന് ഹൈന്ദവ സംഘടനകൾ പ്രതിഷേധിക്കണം? ദേവസ്വം ബോർഡിന് കാലാവധി നീട്ടി നൽകുന്നതിനെക്കുറിച്ച് അറിയില്ലെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു.